എമ്പുരാന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ കടുത്ത നീക്കവുമായി സംഘപരിവാർ. പൃഥ്വിരാജിന്റെ വിദേശ ബന്ധം അന്വേഷിക്കണമെന്ന് യുവമോർച്ച ജനറൽ സെക്രട്ടറി കെ ഗണേഷ് ആവശ്യപ്പെട്ടു. ആടുജീവിതത്തിന്റെ ഷൂട്ടിങ്ങിന് ഇടയിൽ ജോർദാനിൽ വെച്ച് പൃഥ്വിരാജ് ആരൊക്കെയുമായി സമ്പർക്കം പുലർത്തിയെന്ന് അന്വേഷിക്കണം. തീവ്രവാദ ആശയങ്ങൾക്ക് വെള്ളപൂശുന്ന നിലപാടാണ് പൃഥ്വിരാജിന്റേത് എന്നും യുവമോർച്ച പറയുന്നു. RSS മുഖപത്രമായ ഓർഗനൈസറിലും എമ്പുരാനെതിരെ വിമർശനം ഉണ്ട്. എമ്പുരാൻ വിവാദത്തിൽ നിലപാട് പാർട്ടി പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം. സിനിമ എല്ലാവരും കാണണം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ വില്ലനായ മോഹൻലാൽ ഈ നിലയിൽ എങ്ങനെയാണോ ഉയർന്നത് അതുപോലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP ഉയർന്നു വരുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. രമേശ് പറഞ്ഞതാണ് പാർട്ടിയുടെ നയം. അത് സംസ്ഥാന പ്രസിഡന്റ് എൻഡോഴ്സ് ചെയ്തു. ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ മോഹൻലാല് വില്ലനായിട്ടല്ലേ വന്നത്? ഇത്രയും ഉയർത്തി വന്നത് അതിന് ശേഷമല്ലേ? നെഗറ്റീവിൽ നിന്നാണ് തുടങ്ങിയത്. നെഗറ്റീവിൽ തുടങ്ങിയാലേ മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയുള്ളൊരു തുടക്കമാണ്. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ BJP ഉയരത്തിലെത്തിക്കാൻ വേണ്ടി 2000-ന്റെ ആദ്യ വർഷങ്ങളിൽ നരേന്ദ്രമോദിയെ പറ്റി എന്താ പറഞ്ഞിട്ടിരുന്നു? അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ഉയരത്തിലെത്തുമായിരുന്നു നരേന്ദ്രമോദി. ഉയരങ്ങളിലേക്ക് BJP. അതിനുവേണ്ടിയുള്ളൊരു പാതയായിട്ട് എല്ലാ വീടുകളിലും എമ്പുരാനെ പറ്റി ചർച്ച ചെയ്ത് എങ്ങനെയാണോ മോഹൻലാല് മഞ്ഞിൽ വിരുന്ന പൂക്കളിൽ നിന്ന് ഈ രീതിയിലേക്ക് ഉയർന്നത്, അതേപോലെ BJP ഉയരും. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, BJPയുടെ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ BJP വ്യക്തമാക്കിയത് എമ്പുരാനെതിരെയൊന്നും ഞങ്ങൾ ഒരു ക്യാമ്പയിനും നടത്തുന്നില്ല, അതൊക്കെ തെറ്റായ വാർത്തയാണ് എന്നാണ്. പിന്നീട് എമ്പുരാന്റെ ഈ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. സെൻസർ ബോർഡിന്, പ്രത്യേകിച്ച് RSS ഡോമിനികൾ ആയിട്ടുള്ളവർക്ക് പാളിച്ച സംഭവിച്ചുവെന്ന്. അതിനും തിരുത്തലുണ്ടായിരുന്നു BJPയുടെ ഭാഗത്ത് നിന്ന്. അങ്ങനെയൊന്നും ചർച്ച ചെയ്തിട്ടില്ല എന്ന്. പക്ഷെ വളരെ കൃത്യമായി സംഘപരിവാർ സംഘടനകൾ, യുവമോർച്ച വളരെ കൃത്യമായി ഈ അണിയറ പ്രവർത്തകർക്കെതിരെ രംഗത്ത് വരുന്ന പശ്ചാത്തലം ആണല്ലോ ഇപ്പോൾ. തീർച്ചയായും. എന്തായാലും ഈ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ സംഘപരിവാർ ഈ സിനിമയും അതിൻ്റെ അണിയർ പ്രവർത്തകർക്കുമെതിരായ നീക്കം ഒന്നുകൂടി ശക്തിപ്പെടുത്തുകയാണ്. യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളാണ്. അദ്ദേഹമാണ് ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. ഈ പൃഥ്വിരാജിൻ്റെ വിദേശ ബന്ധമടക്കം അന്വേഷിക്കണം. അതിൽ രൂക്ഷമായ ചില പരാമർശം കൂടി ഇവർ നടത്തുന്നുണ്ട്. അതായത് ആടുജീവിതം സിനിമയുടെ ഭാഗമായി ജോർദാനിൽ പൃഥ്വിരാജ് താമസിച്ചിരുന്നു. ഇവിടെ വെച്ച് പൃഥ്വിരാജ് നടത്തിയ ഇടപാടുകളും ബന്ധങ്ങളും ഒക്കെ അന്വേഷിക്കണം. മാത്രമല്ല, കോവിഡ് സമയത്ത് ദീർഘനാളുകൾ അവിടെ കുടുങ്ങിപ്പോയിരുന്നു. ഈ സമയത്ത് IS തീവ്രവാദികളുടെ ആശയങ്ങളിൽ അദ്ദേഹം ആകൃഷ്ടനായിട്ടുണ്ടോ എന്ന സംശയം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിനുശേഷം ഈ പൃഥ്വിരാജ് നിർമ്മിച്ച പല സിനിമകളിലും ഇത്തരം തീവ്രവാദ ആശയങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. തീവ്രവാദ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വലിയ രീതിയിൽ അന്വേഷിക്കണം. അതിൻ്റെ പ്രതിഫലനമാണ് പിന്നീട് എമ്പുരാനിലും കണ്ടത് എന്നതൊക്കെയാണ് ഇവരുടെ വാദം. അതേസമയം RSSന്റെ ഓർഗനൈസറിലെ ഒരു ലേഖനത്തിൽ രൂക്ഷമായ ചില പരാമർശങ്ങൾ കൂടി ഉണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഇവരെല്ലാം ലക്ഷ്യമിടുന്നത് പൃഥ്വിരാജിനെയാണ്. മോഹൻലാലിനെയും മുരളി ഗോപിയെയും ഒക്കെ വിമർശിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതിൽ പ്രധാന ലക്ഷ്യമിടുന്നത് പൃഥ്വിരാജിൻ്റെ നീക്കങ്ങളാണ്. പൃഥ്വിരാജ് ആൻറ്റി ഹിന്ദു അജണ്ട പ്രചരിപ്പിക്കുകയാണ്. കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയോടെ മുന്നോട്ട് വെച്ച സിനിമയാണ് എമ്പുരാൻ. അതിൽ കൃത്യമായി ചരിത്ര വസ്തുതകളെ തെറ്റായി വളച്ചൊടിക്കുന്നുണ്ട്. ഇതിൽ ആൻറ്റി ഹിന്ദു എന്ന ഒരു പ്രൊപ്പഗാൻഡ തന്നെ ഇതിൻ്റെ ഭാഗമായി ഉയർത്തിവിടുന്നു എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം. അങ്ങനെ ഈ ലേഖനത്തിലും അത്തരം നിലപാടെടുക്കുന്നു എന്നതാണ് സാഹചര്യം. നേരത്തെ ജോർജ് കുര്യനെ പോലെയുള്ള BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിനെ പാർട്ടി നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിവാദമാക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോഴും ഒരു വിഭാഗം ശക്തമായ നിലപാടെടുത്ത് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ അണിയറ പ്രവർത്തകരിൽ പൃഥ്വിരാജിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ വിമർശനമാണ് നടക്കുന്നത് എന്നതാണ് സാഹചര്യം. കാരണം പൃഥ്വിരാജിൻ്റെ ഇടപാടുകളും നീക്കങ്ങളും ഒക്കെ വലിയ അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന ആവശ്യമൊക്കെ ഇവർ ഉന്നയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, നേരിട്ടല്ലെങ്കിൽ കൂടിയും ഈ സിനിമ ബഹിഷ്കരിക്കണമെന്ന നിലപാടൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ നടക്കുന്ന നീക്കം. ഇതിനിടയിൽ ഈ സെൻസർ ബോർഡിൽ സംഭവിച്ച കാര്യങ്ങളുടെ വിശദാംശങ്ങൾ കൂടി അഭിലാഷ് പുറത്തു വരുന്നുണ്ട്. അതായത് 2 കാര്യങ്ങളിൽ മാത്രമാണ് സെൻസർ ബോർഡിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഈ വിവാദമായ പ്രമേയ വിഷയങ്ങളിലൊന്നും സെൻസർ ബോർഡ് യാതൊരു തരത്തിലുള്ള നീക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നില്ല. ഈ സംഘടന രംഗങ്ങളുമായി ബന്ധപ്പെട്ട് 2 കട്ട് മാത്രമാണ് ഇവർ ഒഴിവാക്കണം, അത്തരം
ഇത്തരം ചില നിർദ്ദേശങ്ങൾ മാത്രമാണ് സെൻസർ ബോർഡിൽ നിന്നും ഉണ്ടായത് എന്നതാണ്. അങ്ങനെയെങ്കിൽ സെൻസർ ബോർഡ് അംഗങ്ങളുടെ നീക്കം കൂടി ഒന്നുകൂടി വിവാദമാവുകയാണ്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലടക്കം എവിടെ പോയി സെൻസർ ബോർഡ് അംഗങ്ങൾ എന്ന തരത്തിലൊക്കെ വിമർശനം ഉയർന്നതാണ്. ഈ സാഹചര്യത്തിൽ കൂടി ഇതൊന്നുകൂടി ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്തായാലും പൃഥ്വിരാജിനെ കേന്ദ്രീകരിച്ചുള്ള വലിയ വിമർശനമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെയായിരുന്നല്ലോ BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പോസ്റ്റ്. അത് മോഹൻലാലുമായുള്ള സൗഹൃദത്തെ തുടർന്നിട്ടതാണ്. താൻ സിനിമ കാണുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇനിയിപ്പോൾ എന്തായിരിക്കും BJP നേതാക്കളുടെ മറ്റു പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷൻ സിനിമ കാണുമോ എന്നതുമെല്ലാം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടാകുന്നത്? അതെ, രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം യോഗത്തിൽ നൽകിയ വിശദീകരണം താനും മോഹൻലാലുമായുള്ള അടുത്ത ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ടാണ് ആ പോസ്റ്റ് ഇട്ടതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതിനപ്പുറം കൂടുതൽ ചർച്ചകൾ കോർ കമ്മിറ്റി യോഗത്തിൽ ഇന്നലെ നടന്നിട്ടില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഇതുവരെയും സിനിമ കാണാൻ തയ്യാറായിട്ടില്ല. താൻ സിനിമ കാണുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. അദ്ദേഹം ഇതുവരെയും സിനിമ കണ്ടിട്ടില്ലെന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ ഡൽഹിയിൽ വെച്ച് അദ്ദേഹം സിനിമ കണ്ടേക്കാം. അതാണ് ഇപ്പോൾ മനസ്സിലാവുന്ന കാര്യം. എന്തായാലും ഇത് BJPയെ വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് എന്ന കാര്യം വസ്തുതയാണ്. കാരണം തുടക്കത്തിൽ തന്നെ നേതാക്കളൊക്കെ പൊതുവിൽ സിനിമയെ സ്വാഗതം ചെയ്തതാണ്. പിന്നീട് ഇതിൻ്റെ പ്രമേയം ഈ തരത്തിൽ എന്ന് വന്നപ്പോഴാണ് ഇതിനെ തള്ളാനും കൊള്ളാനുമാവാത്ത ഒരു സ്ഥിതിയിലേക്ക് സാഹചര്യം നേരിടുന്ന സംഭവം ഉണ്ടാവുന്നത്. മാത്രമല്ല ഈ സിനിമ സുരേഷ് ഗോപിയെ പോലെ സിനിമാ രംഗത്ത് നിൽക്കുന്ന കേന്ദ്രമന്ത്രിയായിരിക്കുന്ന BJPയുടെ നേതാവായിരിക്കുന്ന സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ അഭിപ്രായവും ഇക്കാര്യത്തിൽ നിർണായകമാണ്. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചയിലൊക്കെ ഉയരുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് സുരേഷ് ഗോപി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല? സിനിമയുടെ ഇതിവൃത്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള വിവാദങ്ങളിൽ എന്തുകൊണ്ട് സുരേഷ് ഗോപി സംസാരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അപ്പോൾ ഇത് BJPയെ അനുകൂലിക്കുന്നവർക്കിടയിലും ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന സാഹചര്യമാണ്. അതേസമയം തീവ്ര സംഘപരിവാർ അനുകൂല നിലപാടുള്ളവർ കടുത്ത നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അവരാണ് പൃഥ്വിരാജിന് എൻ്റെ ബന്ധം അന്വേഷിക്കണമെന്നടക്കമുള്ള വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുക. ഒരേ സമയം അണിയറ പ്രവർത്തകർക്കെതിരെ വലിയ രൂക്ഷ പരാമർശം നടത്തുന്നുണ്ടെങ്കിലും മോഹൻലാലിനും മുരളി ഗോപിക്കുമെതിരെ മൃദു സമീപനം സ്വീകരിച്ചുകൊണ്ട് പൃഥ്വിരാജിനെ കടന്നാക്രമിക്കുക എന്ന ശൈലിയാണ് പൊതുവിൽ സ്വീകരിച്ച് കാണുന്നത്.